Welcome to part 2 of production, laws of production, returns to scale and law of variable proportion. Laws of production. Production's first part we kandu what is production function, and what are the technically efficient method of producing a particular level of output എന്നൊക്കെ ഉള്ളത്. അപ്പോൾ laws of production എന്ന് പറയുന്നത് the technically possible ways of increasing the level of production. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എല്ലാ ഫാക്ടേഴ്സിനെയും വേരി ചെയ്യാം, അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിനെ ഫിക്സ്ഡ് ആക്കി വെച്ചുകൊണ്ട് ചില ഫാക്ടേഴ്സിനെ മാത്രം വേരി ചെയ്യാം. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് എല്ലാ ഫാക്ടേഴ്സിനെയും വേരി ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ദ ലോങ് റൺ മേക്സ് പോസിബിൾ ദ വേരിയേഷൻ ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഷോർട്ട് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ലോ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ആൻഡ് ലോങ് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് നോൺ ആസ് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഈ രണ്ട് ലോസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലോങ് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ, ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ആദ്യം നമുക്ക് ലോങ് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ നോക്കാം. ലോങ് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ലോ ആണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. വി നോ ദാറ്റ് ഇൻ ദ ലോങ് റൺ ഓൾ ദ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ, ആൻഡ് ദ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ റെഫേഴ്സ് ടു ദ ഇഫക്റ്റ് ഓഫ് സ്കെയിൽ റിലേഷൻഷിപ്സ്. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് ക്വാണ്ടിറ്റി ഓഫ് എ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ വോളിയം. ഒരു പ്രോഡക്റ്റിൻ്റെ വോളിയം അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ കാണിക്കുന്നതാണ് നമ്മൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ദ ലോങ് റൺ ഔട്ട്പുട്ട് മേ ബി ഇൻക്രീസ് ബൈ ചേഞ്ചിങ് ഓൾ ഫാക്ടേഴ്സ് ബൈ ദ സെയിം പ്രപ്പോർഷൻ ഓർ ബൈ ഡിഫറെൻറ്റ് പ്രപ്പോർഷൻസ്. റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഹോമോജിനിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ പാരാമീറ്റർ വെച്ച് നമുക്ക് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. താഴെ കാണിച്ചേക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. x0 ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതായത് ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇനി നമ്മൾ ഈ രണ്ട് ഫാക്ടേഴ്സും ഇൻക്രീസ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യുക ബൈ ദ സെയിം പ്രപ്പോർഷൻ കെ എന്ന് പറയുന്ന പ്രപ്പോർഷൻ വെച്ചിട്ട് ലേബറിലും ക്യാപിറ്റലിലും നമ്മൾ ചേഞ്ച് വരുത്തുകയാണ്. ആൻഡ് ദ റിസൾട്ടിങ് ന്യൂ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് കെ ഇൻറ്റു എൽ കെ ഇൻറ്റു കെ. അതായത് സ്മോൾ ലെറ്റർ കെ എന്ന് പറയുന്നത് അവിടുത്തെ പ്രപ്പോർഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻക്രീസ്ഡ് ആണ്. ക്ലിയർലി വി ക്യാൻ ടേക്ക് ദിസ് കെ ഔട്ട് അല്ലേ. കെ എന്ന് പറയുന്നത് നമുക്ക് ഫാക്ടർ ഔട്ട് ചെയ്യാൻ പറ്റും, അത് കോമൺ ഫാക്ടറാണ്. അപ്പം നമ്മൾ കെയെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ദ ന്യൂ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എക്സ് സ്റ്റാർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് കെ ആൻഡ് ദ ഇനീഷ്യൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണല്ലോ. അതായത് കെ നമ്മൾ ഫാക്ടർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാക്കി വരുന്നത് എല്ലും കെയും ആണ്, ദ ഫാക്ടേഴ്സ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ എക്സ് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, പിന്നെ ഒരു കെയും ആണ് അവിടെ ഉള്ളത്. കെ റേസ് ടു ഈ കെയ്ക്ക് നമുക്ക് എന്ത് പവർ വേണമെങ്കിലും ആകാം. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് ഈ റിട്ടേൺസ് ടു സ്കെയിൽ ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹോമോജിനിറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആകുമ്പോൾ അത് ലീനിയർലി ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അവിടെ ഈ കെയുടെ പവർ എന്തായിട്ടാണ് വരുന്നത്? B1 + B2 ഇസ് ഈക്വൽ ടു 1 ആയിട്ടാണ് വരുന്നത്. എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു കെ റേസ് ടു വി ഇൻറ്റു x0, ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് കോൾഡ് ഹോമോജിനസ്. ഇനി കെ എന്ന് പറയുന്ന പ്രപ്പോർഷൻ നമുക്ക് ഫാക്ടർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നോൺ ഹോമോജിനസ് ആണ്. നമ്മൾ പറഞ്ഞു ന്യൂ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എക്സ് സ്റ്റാർ ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് കെ ടു എനി പവർ വി എന്ന് പറഞ്ഞായിരുന്നു. ഈ ഒരു പവർ വി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി ഓഫ് ദ ഫംഗ്ഷൻ ആണ്. ദ പവർ വി ഓഫ് കെ ഇസ് നോൺ ആസ് എ ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി ഓഫ് ദ ഫംഗ്ഷൻ, ആൻഡ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ റിട്ടേൺസ് ടു സ്കെയിൽ. വി ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇതിനെ നമ്മൾ ലീനിയർലി ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ആൻഡ് ഇഫ് വി ഇസ് ലെസ് ദാൻ 1 decreasing returns to scale, and if v is greater than 1 increasing returns to scale. റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പ്രോഡക്റ്റ് ലൈൻസ് എന്താണെന്ന് നോക്കാം. സാധാരണ നമ്മളൊരു ഐസോക്കോണ്ട് ഗ്രാഫ് ചെയ്യുന്നത് ഒരു 2 ഡയമെൻഷണൽ ഡയഗ്രത്തിലാണ്. എക്സ് ആക്സിസിലെ ലേബറും വൈ ആക്സിസിലെ ക്യാപിറ്റലുമാണ് കാണിക്കുന്നത്. ഐസോക്കോണ്ട് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്, അല്ലെ ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ
physical movement from one isochron to another as we change both factors or a single factor. പക്ഷേ പ്രോഡക്റ്റ് ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫേമിൻ്റെ ആക്ച്വൽ ചോയ്സ് ഓഫ് എക്സ്പാൻഷൻ അല്ല കാണിക്കുന്നത്. കാരണം ആക്ച്വൽ ചോയ്സ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ്. പക്ഷേ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡ്രോൺ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ ആക്ച്വൽ ചോയ്സ് ഓഫ് എക്സ്പാൻഷൻ അത് കാണിക്കുന്നില്ല. ആക്ച്വൽ ചോയ്സ് ഓഫ് എക്സ്പാൻഷൻ ഇസ് ഷോൺ ബൈ ദ എക്സ്പാൻഷൻ പാത്ത്. The product line describes the technically possible alternative path of expanding the output. ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള വേസ് ആണ് പ്രോഡക്റ്റ് ലൈൻ കാണിക്കുന്നത്. ഇറ്റ് പാസസ് ത്രൂ ദ ഒറിജിൻ ഇഫ് ഓൾ ദ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ ആൻഡ് ഇഫ് ഓൺലി വൺ ഫാക്ടർ ഇസ് വേരിയബിൾ ദ പ്രോഡക്റ്റ് ലൈൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ വേരിയബിൾ ഫാക്ടർ. ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഡയഗ്രത്തിൽ ലേബർ ആണ് വേരിയിങ് ഫാക്ടർ എന്ന് പറയുന്നത് ആൻഡ് ക്യാപിറ്റൽ ഇസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവിടുത്തെ പ്രോഡക്റ്റ് ലൈൻ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ x-axis where labor is shown. ഇനി ഐസോക്ലൈൻസ് എന്താണെന്ന് നോക്കാം. ഐസോക്ലൈൻസ് ആർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ലൈൻസ്. ഐസോക്ലൈൻസ് ശരിക്കും പ്രോഡക്റ്റ് ലൈൻസ് തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഐസോക്ലൈൻ വരയ്ക്കുന്നത് പല ഐസോകോണ്ടുകളുടെയും MRS ഓഫ് ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഐസോക്ലൈൻ വരയ്ക്കുന്നത്. ആൻഡ് ഓൾസോ ദ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആൻഡ് ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ MRS ഇസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഐസോക്ലൈൻസ്. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹോമോജനസ് ആണെങ്കിൽ ഐസോക്ലൈൻസ് ആർ സ്ട്രെയിറ്റ് ലൈൻസ് ത്രൂ ദ ഒറിജിൻ. അത് റൈറ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹോമോജനസ് ആണെങ്കിൽ ഐസോക്ലൈൻസ് ആർ സ്ട്രെയിറ്റ് ലൈൻസ് ത്രൂ ദ ഒറിജിൻ ആൻഡ് അലോങ് എനി വൺ ഐസോക്ലൈൻ ദ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐസോക്ലൈനുകൾ, അതായത് ഹോമോജനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലുള്ള ഐസോക്ലൈൻസിൻ്റെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. And if the production function is non-homogeneous, the isoclines will be twiddly. അത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കില്ല, മറിച്ച് ട്വിഡ്ലി ഷേപ്പ് ആയിരിക്കും. അതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് സൈഡിൽ കാണാം. ദ ക്യാപിറ്റൽ ലേബർ റേഷ്യോ അലോങ് ഈച്ച് ഐസോക്ലൈൻ ചേഞ്ചസ്. ഇനി നമുക്ക് റിട്ടേൺസ് ടു സ്കെയിലിനെ എങ്ങനെയാണ് ഗ്രാഫിക്കലി കാണിക്കുന്നത് നോക്കാം. ദീസ് ആർ ഷോൺ ഗ്രാഫിക്കലി ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് ഐസോകോൺസ് ഓൺ ആൻ ഐസോക്ലൈൻ. ഒരു ഐസോക്ലൈനിൽ കാണിച്ചിരിക്കുന്ന സക്സസീവ് ആയിട്ടുള്ള ഐസോകോണ്ടുകളുടെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് റിട്ടേൺസ് ടു സ്കെയിൽ കോൺസ്റ്റൻ്റ് ആണോ, ഇൻക്രീസിങ് ആണോ, ഡിക്രീസിങ് ആണോ എന്ന് മനസ്സിലാക്കാം. ആൻഡ് ദീസ് ഐസോകോൺസ് ഷോ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് സം ബേസിക് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു ബേസ് ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്നത്. എക്സ് ആണ് ബേസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. പിന്നെ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ടായിട്ട് കാണിച്ചേക്കുന്നത്. If in an isocline the distance between successive multiple isocons are constant, then the returns to scale will be constant. ഫോർ എക്സാമ്പിൾ താഴെ കാണിച്ചേക്കുന്ന ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഫേംസ് യൂസ് ചെയ്തേക്കുന്ന ലേബറിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് OL ആണ്. അതുപോലെ ക്യാപിറ്റൽ OK യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതുപയോഗിച്ച് എക്സ് ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് ഇനീഷ്യൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഫേം ഫാക്ടർ ഇൻപുട്ട്സ് ഡബിൾ ചെയ്തു. അതായത് L യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് 2L യൂസ് ചെയ്തു. K ഡബിൾ ചെയ്ത് 2K ആക്കി. അപ്പോൾ ഫേമിൻ്റെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്നത് 2x എന്നുള്ള ഐസോക്കോണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഫേം 3 ടൈംസ് ആണ് അതിൻ്റെ ലേബർ ഇൻപുട്ടും ക്യാപിറ്റൽ ഇൻപുട്ടും കൂട്ടിയതെങ്കിൽ ഔട്ട്പുട്ട് 3 ടൈംസ് അവിടെ കൂടിയതായിട്ട് നമുക്ക് 3x എന്ന് പറയുന്ന ഐസോക്കോണ്ടിൽ കാണാം. അതായത് ബേസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ എക്സ് 2x-ഉം 3x-ഉം ഒക്കെ ആയിട്ട് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണത് കൂടിയത്? കാരണം ആദ്യം ലേബറും ക്യാപിറ്റലും ഡബിൾ ചെയ്തു, അപ്പോൾ 2x ആയിട്ട് കൂടി. പിന്നെ ലേബറും ക്യാപിറ്റലും 3 ടൈംസ് ഫേം ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ഔട്ട്പുട്ട് 3 ടൈംസ് ആയിട്ട് അവിടെ കൂടി. ആൻഡ് ബൈ ലുക്കിംഗ് അറ്റ് ദ ഫിഗർ it is able to know that the distance between successive multiple isocons is constant in the isocline. അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. In the case of decreasing returns to scale, the distance between consecutive multiple isocons increases. ഇവിടെയും ഫേമിൻ്റെ ഇനീഷ്യൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഐസോക്കോണ്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം ഫേം ലേബറിനെയും ക്യാപിറ്റലിനെയും ഡബിൾ ചെയ്തു.
അപ്പോൾ ഡബിൾ ചെയ്തപ്പോഴത്തേക്ക് ഏത് ഐസോക്കോണ്ടിലാണ് വന്നേക്കുന്നത്? 2x എന്ന് പറയുന്ന ഐസോക്കോണ്ടിൽ റീച്ച് ചെയ്തിട്ടില്ല, അതിന് തൊട്ട് താഴെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം അല്ലേ. എ ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. എ ഡാഷ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, അതായത് 2k ഓഫ് ക്യാപിറ്റലും 2l ഓഫ് ലേബറുമാണ് ഈ എ ഡാഷ് കോമ്പിനേഷൻ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ എ ഡാഷ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഇറ്റ് ലൈസ് ബിലോ ദ ഐസോക്കോൺ 2x. 2xന് താഴെയാണ് നിൽക്കുന്നത്. So, by doubling the inputs, the output increased only less than twice its original level. ഇവിടെ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഐസോക്കോൺസ് ഇൻക്രീസ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ആദ്യം 2xും 3xും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. അവിടെ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ആണ് കാണാൻ പറ്റുന്നത് അല്ലേ. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് മാത്രമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയ ഐസോക്കോണ്ട് എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? 2xന് താഴെയാണ്. ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐസോക്കോൺസ് ഹാസ് ഇൻക്രീസ്ഡ് അല്ലേ. ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ ഒരു ബ്രാക്കറ്റ്, ഒരു റെഡ് ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഐസോക്കോൺസ് ഹാസ് ഇൻക്രീസ്ഡ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ വരുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഐസോക്കോൺ വിൽ ഡിക്രീസ് ആൻഡ് ബൈ ഡബിളിംഗ് ദ ഇൻപുട്സ് ഔട്ട്പുട്ട് ഇസ് മോർ ദാൻ ഡബിൾഡ്. താഴത്തെ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഫേം ഇൻപുട്സ് ഡബിൾ ചെയ്തപ്പോൾ നമ്മൾ ശരിക്കും 2xലാണ് എത്തേണ്ടിയിരുന്നത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് അനുസരിച്ച്. ഇതിപ്പോൾ 2xും കഴിഞ്ഞ് അതിനപ്പുറത്തൊരു ലെവൽ ഓഫ് പ്രൊഡക്ഷനിലേക്കാണ് പോയേക്കുന്നത്. ഇത് ഷോൺ ബൈ എ ഹയർ ഇൻഡിഫറൻസ് കർവ് അല്ലേ. ആ പോയിന്റ് ബി ഡാഷ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2k ഓഫ് ക്യാപിറ്റലും 2l ഓഫ് ലേബറും ഉപയോഗിച്ചപ്പോൾ നമ്മൾ 2x കഴിഞ്ഞിട്ടുള്ളൊരു ഐസോക്കോണ്ടിലാണ് എത്തിയിരിക്കുന്നത്. And it is clear from the figure that the distance between consecutive multiple isochons has decreased. Now moving to shortened analysis of production, the law of variable proportion. നമുക്കറിയാം ഷോർട്ട് റൺ പീരീഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ഒരുപോലെ വേരി ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഫാക്ടറെങ്കിലും അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇഫ് വി കീപ്പ് ഓൺ ഇൻക്രീസിങ് ദ വേരിയബിൾ ഫാക്ടർ, ദെൻ ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഫാക്ടർ വിൽ ഡിക്ലൈൻ ആഫ്റ്റർ സർട്ടൺ റേഞ്ച് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഷോർട്ട് റൺ പീരീഡിൽ ഒരു ഫാക്ടർ തന്നെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ആ ഒരു എമൗണ്ട് തന്നെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വാട്ട് വിൽ ഹാപ്പൻ, ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ഷൻ കഴിയുമ്പോഴേക്കും അതിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കുറയാൻ വേണ്ടി തുടങ്ങും. ഇവിടെ നമ്മൾ 3 കേസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ വേരിയബിൾ ഫാക്ടറിൻ്റെ റിട്ടേൺ എങ്ങനെയായിരിക്കും, അതുപോലെ ഇൻക്രീസിങ് റിട്ടേൺസ് ആണെങ്കിൽ വേരിയബിൾ ഫാക്ടറിൻ്റെ റിട്ടേൺ എങ്ങനെ വരും, ഡിക്രീസിങ് റിട്ടേൺസ് ആണെങ്കിൽ വേരിയബിൾ ഫാക്ടറിൻ്റെ റിട്ടേൺ എങ്ങനെയായിരിക്കും വരുന്നതെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ഹോമോജീനസ് വിത്ത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വേരിയബിൾ ഫാക്ടറിൻ്റെ, സിംഗിൾ വേരിയബിൾ ഫാക്ടറിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് തീർച്ചയായും ഡിമിനിഷിങ് ആയിരിക്കും. അതെങ്ങനെയാണെന്നാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫാക്ടേഴ്സിനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു ഡബിളിംഗ് ഓഫ് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടും അവിടെ ഡബിൾ ആകും. അതായത് എല്ലിൽ നിന്ന് 2l ആയിട്ടും കെയിൽ നിന്ന് 2k ആയിട്ടും ഫാക്ടേഴ്സിനെ കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലെവൽ വിൽ ഇൻക്രീസ് ടു 2x. നൗ സി, നമ്മൾ ഷോർട്ട് റണ്ണിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രമാണ് വേരി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലേബറാണ് വേരി ചെയ്യുന്നത്. ക്യാപിറ്റലിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഫേം 2l ലേബറും വിത്ത് ക്യാപിറ്റൽ റിമൈനിങ് കോൺസ്റ്റൻറ്റ്, ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്നത് 2xലും താഴെയുള്ളൊരു ഔട്ട്പുട്ട് ലെവൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ പോയിന്റ് സിയിൽ കാണിച്ചേക്കുന്നത്. അതായത് 2x എന്ന് പറയുന്ന ഐസോക്കോണ്ട് ഒരു ഹയർ ഐസോക്കോണ്ടാണ്. അവിടെ നമ്മൾ ഒരിക്കലും എത്തില്ല, കാരണം ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ 2xൽ എത്താതെ അതിന് തൊട്ട് താഴെയുള്ളൊരു ഐസോക്കോണ്ടിൽ നിൽക്കുന്നത്. ആ പോയിന്റ് സി ആണ് അവിടെ കാണിച്ചേക്കുന്നത്. വി വിൽ റീച്ച് ഓൺലി പോയിന്റ് സി ഓൺ ദ സെക്കൻഡ് ഐസോക്കോണ്ട് വിത്ത് ക്യാപിറ്റൽ കോൺസ്റ്റൻറ്റ്. കെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ലേബർ മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ അത്ര കണ്ട് കൂടില്ല. 2x എത്തേണ്ട സ്ഥലത്ത് നമ്മൾ 2xന് തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് രണ്ട് കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഐസോക്കോണ്ടിലേക്ക് എത്താം. 2x എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ലെവലിലേക്ക് നമുക്ക് എത്താം. ആ 2 വേസ് ഏതൊക്കെയാണ്? ഒന്നിൽ നമ്മൾ പിന്നെ 2l ലേബറിൻ്റെ കൂടെ 2k ക്യാപിറ്റലും കൂടെ ഉപയോഗിക്കുക.
അതായത് പോയിന്റ് ബിയിൽ നമുക്ക് എത്താൻ പറ്റും. അതൊരു കോമ്പിനേഷനാണ്. അതായത് 2L ഓഫ് ലേബർ ആൻഡ് 2K ഓഫ് ക്യാപിറ്റൽ. ബൈ ഡബിളിങ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ടുഗെദർ, രണ്ടും ഒരുമിച്ച് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഐസോക്കോണ്ടിൽ പോയിന്റ് ബി എന്ന് പറയുന്നൊരു കോമ്പിനേഷനിൽ എത്താം. അതുപോലെ ഇനി ഒരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനും കൂടെ ഉപയോഗിച്ച്, അതായത് ലേബറിനെ നമ്മൾ 3 ഇരട്ടിയാക്കി കഴിഞ്ഞാൽ വിത്ത് ക്യാപിറ്റൽ റിമൈനിങ് കോൺസ്റ്റൻറ്റ്, അങ്ങനെ 3 ഇരട്ടിയായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തേർഡ് ഐസോക്കോണിൽ എത്താൻ പറ്റുള്ളൂ വിത്ത് ക്യാപിറ്റൽ റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മൂന്നാമത്തെ ഐസോക്കോണിൽ എത്താൻ പറ്റുന്നത്? ഒന്നുകിൽ നമ്മൾ ലേബറിൻ്റെ കൂടെ ക്യാപിറ്റലും അത്രയും തന്നെ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപിറ്റലിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് പിന്നെയും കൂടുതൽ ലേബറിനെ അവിടെ എംപ്ലോയ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ ഐസോക്കോണിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫിഗറിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ബൈ ഡബിളിങ് ദ ലേബർ ഫാക്ടർ എലോൺ വി കനോട്ട് ഡബിൾ ദ ഔട്ട്പുട്ട്. ലേബറിനെ മാത്രം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഒരിക്കലും ഡബിൾ ചെയ്യാൻ പറ്റില്ല. കാരണം ദ വേരിയബിൾ ഫാക്ടർ എക്സിബിറ്റ്സ് ഡിമിനിഷിംഗ് പ്രൊഡക്ടിവിറ്റി ഓർ ഡിമിനിഷിംഗ് റിട്ടേൺസ്. അടുത്ത കേസാണ്, ഇഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ഹോമോജീനസ് വിത്ത് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, വാട്ട് ഈസ് ദ റിട്ടേൺ ടു ദ സിംഗിൾ വേരിയബിൾ ഫാക്ടർ? അതും ഡിമിനിഷിംഗ് തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇഫ് ഇറ്റ് ഈസ് ഹോമോജീനസ് വിത്ത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ സിംഗിൾ വേരിയബിൾ ഫാക്ടറിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും, നമ്മൾ ഇപ്പോൾ ഇൻപുട്ട് കൂട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു പ്രപ്പോർഷനിൽ ഒരിക്കലും ഔട്ട്പുട്ട് കൂടില്ല അല്ലേ. സോ ഡബിളിങ് ബോത്ത് ദ ഫാക്ടേഴ്സ് വിൽ ലെസ് ദാൻ ഡബിൾ ദ ഔട്ട്പുട്ട്. അത്രയും ഡബിൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. ഇത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ ഇൻപുട്സിനെ ഡബിൾ ചെയ്തു, അതായത് 2Lഉം 2Kയും ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എത്തുന്നത്? 2x എന്ന് പറയുന്നതാണ് ശരിക്കും ഡബിൾ ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ. അവിടെ നമ്മൾ എത്തുന്നുണ്ടോ? ഇല്ല. അതിന് തൊട്ട് താഴെയുള്ള ഒരു ഐസോക്കോണ്ടിലാണ് നമ്മൾ എത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഫാക്ടറിനെ മാത്രം വേരി ചെയ്ത് നോക്കാം. നമ്മൾ വേരി ചെയ്യുന്ന ഫാക്ടർ ലേബർ ആയിരിക്കും തീർച്ചയായിട്ടും, ആൻഡ് ക്യാപിറ്റൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ 2L ഓഫ് ലേബറും K റിമൈനിങ് കോൺസ്റ്റൻറ്റും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എത്തുന്നത്? നമ്മൾ നേരത്തെ എത്തിയതേ 2xന് താഴെയാണ്, ഇപ്പോൾ എത്തുന്നത് അതിലും താഴെയുള്ള ഒരു ഐസോക്കോണ്ടിലായിരിക്കും. പോയിന്റ് C ആണ് അത്. ഇവിടെ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയതുകൊണ്ട് തന്നെ രണ്ട് ഫാക്ടേഴ്സും ഇൻക്രീസ് ചെയ്തപ്പോൾ, അതായത് ഡബിൾ ചെയ്തപ്പോൾ നമ്മൾ 2xനും തൊട്ട് താഴെയുള്ള ഐസോക്കോണ്ടിലാണ് എത്തിയത്. പിന്നെ ലേബർ മാത്രം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്യാപിറ്റലിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ലേബർ മാത്രം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലും താഴെയുള്ള ഒരു ഐസോക്കോണ്ടിൽ, അതായത് പോയിന്റ് C എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ നമ്മുടെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കാണിക്കുന്നത്. So as a conclusion we can say that if we double only labor while keeping the capital constant, output will reach only point C, which is still on a lower isocont. Now we can see the case of increasing returns to scale. ഇനി നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ increasing returns to scale ആണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ the return to the single variable factor L will be diminishing unless the positive returns to scale are so strong as to offset the diminishing marginal productivity of the single variable factor. ഇവിടെയും ഡിമിനിഷിങ് ആവുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ റിട്ടേൺസ് ടു സ്കെയിൽ അത്രയും പോസിറ്റീവ് ആണെങ്കിൽ അതിന് നമ്മുടെ ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്ടിവിറ്റിയെ ഓഫ്സെറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ റിട്ടേൺസ് ടു സ്കെയിൽ അവിടെ അത്രയും സ്ട്രോങ് ആയിരിക്കണം, പോസിറ്റീവ് റിട്ടേൺസ് ടു സ്കെയിൽ അത്രയും സ്ട്രോങ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഡിമിനിഷിങ് ആയിട്ട് തന്നെയാണ്. അതായത് നമ്മൾ 2x എത്തേണ്ട സ്ഥലത്ത് ലേബർ മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2xനും താഴെ ഒരു ലെവൽ ഓഫ് പ്രൊഡക്ഷനിലേ എത്തുകയുള്ളൂ. ഐസോക്കോണ്ട് ഒരു ലോവർ ഐസോക്കോണ്ടിലാണ് നമ്മൾ എത്തുന്നത്. താഴത്തെ ഫിഗർ കാണിച്ചേക്കുന്നത് അതൊരു റെയർ കേസാണ്, സ്ട്രോങ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെത്, വിച്ച് ഓഫ്സെറ്റ് ദ ഡിമിനിഷിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അപ്പോൾ ഡിമിനിഷിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിനെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ ഡിമിനിഷിംഗ് ആവില്ല എന്നാണ് പറയുന്നത്. താഴത്തെ ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ക്യാപിറ്റൽ റിമൈനിങ് കോൺസ്റ്റൻ്റ് ആണ് അവിടെ. പിന്നെ ഫേം 2L ലേബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2xനെക്കാട്ടിലും മുകളിലൊരു ഐസോക്കോണ്ടിൽ നമുക്ക് എത്താം. പക്ഷേ കണ്ടീഷൻ എന്താണ്? സ്ട്രോങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കണം. പോസിറ്റീവ് സ്ട്രോങ് റിട്ടേൺസ് ടു സ്കെയിൽ ഷുഡ് ബി ദെയർ ടു ഓഫ്സെറ്റ് ദ ഡിമിനിഷിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അങ്ങനെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെയർ ആണ്, പക്ഷെ അതാണ് താഴത്തെ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു.